ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലേൺ സബ്. സോ നമ്മളിന്ന് മോഷൻ അണ്ടർ ഗ്രാവിറ്റി അല്ലെങ്കിൽ വെർട്ടിക്കൽ മോഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പ് എന്താണ് ഗ്രാവിറ്റി, അതേപോലെ തന്നെ എന്താണ് സൈൻ കൺവെൻഷൻ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് പറയാം. ആദ്യം തന്നെ എന്താണ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എർത്തിൻ്റെ സർഫസിലുള്ള എല്ലാ ബോഡിയും തമ്മിലൊരു ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. സോ ആ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ആക്സലറേഷനെയാണ് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് കൊണ്ട് ബോഡി എർത്തിൻ്റെ സർഫസിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ നമ്മളെപ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ നമ്മൾ ജി, സ്മോൾ ലെറ്റർ ജി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് സൈൻ കൺവെൻഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്ലെയിനെ മാർക്ക് ചെയ്യാൻ നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് വൈ പ്ലെയിനെയാണ് സാധാരണഗതിയിൽ കൺസിഡർ ചെയ്യാറുള്ളത്. സോ അതിൽ എക്സ് ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടും, അതേപോലെ തന്നെ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ നെഗറ്റീവായും, ഈ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ പോസിറ്റീവ്, ഈ ഡയറക്ഷനിൽ നമ്മൾ നെഗറ്റീവ്, അപ്വേർഡ് ഡയറക്ഷൻ അതായത് വെർട്ടിക്കലി വൈ ഡയറക്ഷൻ പ്ലസ് വൈ ഡയറക്ഷനാണ് നമ്മൾ പോസിറ്റീവും, അതേപോലെ തന്നെ ഡൗൺവേർഡ് ഡയറക്ഷനുള്ളതിനെ നമ്മൾ നെഗറ്റീവ് എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. നമ്മൾ കോമണായി മോഷൻ ഇൻ എ വൺ ഡയറക്ഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന അടുത്തൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇതേപോലെയാണ് നോർമലി നമ്മൾ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ സി ആർ ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ഡയറക്ഷനെ നമ്മൾ എന്തെടുത്താൽ മതി? നെഗറ്റീവ് എടുത്താൽ മതി. സോ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് എടുക്കണം. അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡൗൺവേർഡ് ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവ് എടുക്കണം. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ലെഫ്റ്റ് ഡയറക്ഷനിലേക്കുള്ളതിനെ എല്ലാ ക്വാണ്ടിറ്റിനെയും ഞാൻ പോസിറ്റീവായി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ലെഫ്റ്റ് ഡയറക്ഷനിൽ പോകുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും ഞാൻ പോസിറ്റീവായി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ഡയറക്ഷനിൽ പോകുന്നതിന് ഞാൻ എന്തെടുത്തോളണം? നെഗറ്റീവ് എടുത്തോളണം. അതേപോലെ തന്നെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഞാൻ പോസിറ്റീവായി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്വേർഡ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന എല്ലാ ക്വാണ്ടിറ്റിനെയും ഞാൻ എന്തെടുത്തോളണം? നെഗറ്റീവ് എടുത്തോളണം. ഈ ഒരു ഐഡിയയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ ഓരോ ഇക്വേഷനകത്ത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോ കേസ് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ നിന്നും നേരെ മുകളിലോട്ട് ഇനീഷ്യൽ വെലോസിറ്റി യുവിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ ത്രോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു മാക്സിമം ഹൈറ്റ് എച്ച് അറ്റൈൻ ചെയ്ത് അത് റിവേഴ്സിലേക്ക് വന്ന് താഴോട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി ആണ്. ജി എന്ന് പറയുന്നത് നേരെ താഴത്തോട്ട് ഗ്രൗണ്ടിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അപ്വേർഡ് ഡയറക്ഷന് പോസിറ്റീവ് എടുക്കുന്നു. സോ അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ നിന്നും എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർട്ടൈൻ ടൈമിലുണ്ടാവുന്ന ഹൈറ്റിനെ ഞാൻ എച്ച് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഞാനിവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. സോ യുവിനെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു? പോസിറ്റീവായിട്ട് എടുക്കുന്നു. ദെൻ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറയുന്നത് ഡൗൺവേർഡാണ് പോയി ആക്ട് ചെയ്യുന്നത്. സോ ഞാനതിനെ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനെ ഈ ഒരു കേസിൽ നമുക്ക് എഴുതി നോക്കാം. നമ്മൾ 3 ഇക്വേഷൻസ് ഓഫ് മോഷനാണ് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ, അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി റിലേഷൻ, ദെൻ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ടൈം റിലേഷൻ. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ട്രാവൽ ചെയ്യുന്ന ഹൈറ്റാണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു, എച്ചിന് പകരം നമ്മൾ എച്ച് കൊടുക്കുകയാണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പക്ഷേ ഇവിടെ ആക്സലറേഷന് പകരം ആരാണുള്ളത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്, അയാൾ ഡൗൺവേർഡ് ആണ്. സോ നമ്മൾ മുകളിലോട്ടുള്ള എച്ച് പോസിറ്റീവ് എടുത്തു, യു പോസിറ്റീവ് എടുത്തു. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീനെ നമ്മൾ എന്തെടുത്തോളം? നെഗറ്റീവ് എടുത്തോളം. സോ ആ ടേം തന്നെ എന്ത് വന്നു? നെഗറ്റീവ് വന്നു. ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അങ്ങനെയാണെങ്കിൽ ഒരു എച്ച് ഹൈറ്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്നതിൽ അവിടെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ജി ആണ്. സോ മൈനസ് എന്ത് വരും? 2 ഇൻറ്റു ജി ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എച്ച് ആണ് വരുന്നത്.
ദെൻ തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, വെലോസിറ്റി ടൈം റിലേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി അറ്റ് എ ടൈം ടി വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇനീഷ്യൽ വെലോസിറ്റി യുവിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു. ദെൻ മൈനസ് ജി ടി എന്നാണ് വരിക. എ എന്ന് പറഞ്ഞാൽ മൈനസ് ജി ആണ്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലേക്ക് എത്തി തിരിച്ചു വരുന്ന സമയത്ത് ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലേ. ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആ സമയത്ത് കൊടുക്കുന്ന എച്ചും അതേപോലെ തന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന ടൈമും കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എന്തിലേക്ക് വന്നോളും, നെഗറ്റീവ് സൈനിലേക്ക് വന്നോളും. അത് നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇനി ഇവിടെ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഒന്ന്, ഇത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എച്ച് എത്ര. സോ മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത് ആ ബോഡി ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതൊരു ബോഡിയും അതിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏതൊരു ബോഡിയും ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് പോയതിന് നേരെ റിവേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റി 0 ആവണം. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ ബോഡിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇനീഷ്യലി വെലോസിറ്റി മുകളിലോട്ടല്ലേ, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റാണ്. നമുക്കറിയാം ഒരു കാർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പം അതിന് ഓപ്പോസിറ്റ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി ഇങ്ങനെ സ്ലോ ആയി റെസ്റ്റ് വരും. എഗെയിൻ നമ്മളൊരു ഫോഴ്സ് ഓപ്പോസിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യൂലേ. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇനീഷ്യലി ഈ ബോഡി എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് അങ്ങനെ പോകുന്നു. മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും. അങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് എത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് 0 ആയി. 0 ആയതിനു ശേഷം അതിന് മുകളിൽ എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. സോ ആ ആക്സലറേഷൻ ഉള്ളത് കൊണ്ടാണ് ആ ബോഡി എന്ത് ചെയ്യുന്നത്? അതേ ട്രാക്കിലൂടെ തിരിച്ചു വരുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ ട്രാക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മുകളിലെത്തുമ്പോൾ, അതായത് മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത് ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷനകത്ത് വിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ മാക്സിമം ഹൈറ്റ് കാണാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഏതാണ് ആ ഇക്വേഷൻ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2g ഇൻറ്റു എച്ച്. അപ്പോൾ മാക്സിമം ഹൈറ്റാണ് നമ്മളവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്യാപിറ്റൽ എച്ച് ആണ്. അവിടെ വീക്ക് 0 ആണ്. സോ നമ്മൾ എഴുതാം 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച്. സോ ആ മൈനസ് 2gh ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് വരും. സോ മാക്സിമം ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജി. സോ ഇതാണ് നമ്മുടെ മാക്സിമം ഹൈറ്റിന് വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് ഷോർട്ടായിട്ട് ഇക്വേഷൻ ക്വസ്റ്റ്യനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബോഡിയുടെ താഴെ നിന്നും ത്രോ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പോയി തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന ടൈമാണ്. സോ ആ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, താഴെ നിന്നും ബോഡി ത്രോ ചെയ്ത് തിരിച്ച് അതേ പൊസിഷനിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എന്ത് വരും? 0 അല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുന്നു എന്നുള്ള ആ ഒരു ഐഡിയയാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി എച്ച് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. സോ നമുക്ക് ആ ഇക്വേഷൻ എന്ന് എഴുതാം എച്ച് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ നിന്നും ത്രോ ചെയ്തു തിരിച്ച് അതേ പൊസിഷനിലെത്തിയെന്ന് പറഞ്ഞാൽ നെറ്റ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് മൊത്തത്തിൽ ഈ പറയുന്ന ട്രാവൽ നടത്തി തിരിച്ചെത്താനെടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ 0 വരും. സോ 0 ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റിന് ഞാൻ ക്യാപിറ്റൽ ടി കൊടുക്കുന്നു മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്ക്വയർ. സോ രണ്ട് ടേമിലും ഓരോ ടി കോമൺ ആണ്. സോ ആ ടീനെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ 0 ആയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു യു. സോ ആ 2നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ജിയും റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈസ് ഈക്വൽ ടു
2u ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. ടൈം ഓഫ് ഫ്ലൈറ്റ് 2u ഈസ് ഈക്വൽ ടു 2u ബൈ ജി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ഒരു കാര്യം കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുണ്ട്. മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എത്ര ടൈം എടുക്കുന്നു? മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കുക. ആ മൂന്നാമത്തെ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ എന്താണ് വരുന്നത്? തേർഡ് ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ഇക്വേഷനകത്ത് വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി എന്നാണ്. വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി എന്നാണ് തേർഡ് ഇക്വേഷൻ വരുന്നത്. സോ ആ ഇക്വേഷനിൽ നിന്നും വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി. സോ ഏറ്റവും മുകളിലെത്തുമ്പോൾ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ഇൻറ്റു ടൈം ഓഫ് അസെൻഡ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും യു അല്ലെങ്കിൽ ജി ഇൻറ്റു ടൈം ഓഫ് അസെൻഡ് ഈസ് ഈക്വൽ ടു യു എന്ന് വരും. സോ ടൈം ഓഫ് അസെൻഡ് ഈസ് ഈക്വൽ ടു യു ഡിവൈഡഡ് ബൈ ജി എന്നാണ് വരിക. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ടൈം ഓഫ് അസെൻഡ് എന്ന് പറഞ്ഞാൽ യു ബൈ ജി അല്ലേ. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2u ഡിവൈഡഡ് ബൈ ജിയുമാണ്. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും സെയിം ആയിരിക്കും. സോ അതിൻ്റെ അല്ലെങ്കിൽ ടൈം ഓഫ് അസെൻറ്റിൻ്റെ ഡബിൾ ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. റെഡി? സോ ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2u ബൈ ജി ആൻഡ് ടൈം ഓഫ് അസെൻറ്റ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഈക്വൽ ടു യു ബൈ ജി ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. സോ ഇനി നമ്മൾ അടുത്ത ഒരു കേസിലേക്ക് പോവാം. അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ ഹൈറ്റിൽ നിന്നും നമ്മൾ മുകളിലോട്ട് ത്രോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എവിടെയാണ് ഒറിജിനെ കൺസിഡർ ചെയ്യുക? എങ്ങോട്ടുള്ള മോഷനെയാണ് പോസിറ്റീവ് എടുക്കുക? ഇപ്പോഴും നമ്മൾ മുകളിലോട്ടുള്ള ഡയറക്ഷനിലെ മോഷനെ കംപ്ലീറ്റ് നമ്മൾ എന്തെടുക്കും? പോസിറ്റീവ് എടുക്കും. ഡൗൺവേർഡ് ഡയറക്ഷനിൽ എടുക്കുന്ന മെഷർമെൻറ്റ് അല്ലെങ്കിൽ മോഷൻസിനൊക്കെ നമ്മൾ എന്തെടുക്കും? ക്വാണ്ടിറ്റീസിന് മുഴുവൻ നമ്മൾ നെഗറ്റീവ് എടുക്കും. സോ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറയുന്നത് ഡൗൺവേർഡാണ്. ദെൻ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ക്യാപിറ്റൽ എച്ച് ആണ്. ഏത് ഇൻസ്റ്റൻറ്റിലും ഈ ബോഡിക്ക് ഉണ്ടാകുന്ന വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒന്ന് എഴുതാം. ഫസ്റ്റാണ് നമുക്കറിയാം എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ ആ ഇക്വേഷൻ നോക്കുമ്പോൾ എസ്സിന് പകരം നമ്മൾ എന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? യു വെലോസിറ്റിയിലാണ് മുകളിലോട്ട് എറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എഴുതാം എച്ച് ഈസ് ഈക്വൽ ടു യു ടി. യുവിനെ ഞാൻ പോസിറ്റീവ് എടുത്തു. യു ടി മൈനസ് ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ തന്നെയാണ്. ദെൻ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ നിന്നും ദെൻ അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആണ്. ദെൻ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി. ഈ 3 ഇക്വേഷൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഇവിടെ നിന്നും നമ്മൾ ഗ്രൗണ്ടിലെത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഈ സാധനം ത്രോ ചെയ്തു, ഏറ്റവും മാക്സിമം ഹൈറ്റിൽ പോയി തിരിച്ച് ഗ്രൗണ്ടിലെത്തി. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റിയെ ഞാൻ വി എന്നെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിയിലേക്ക് എത്തുന്ന സമയത്ത് ഈ ബോഡി ട്രാവൽ ചെയ്യാൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ച് ആണ്. പക്ഷേ ആ എച്ച് എടുക്കുന്നത് ഇനീഷ്യൽ ടു ഫൈനൽ നേരെ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഈ പറയുന്ന ഹൈറ്റിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒറിജിൻ എവിടെ ഏറ്റെടുത്തു? ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഏറ്റെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ഇക്വേഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. ക്യാപിറ്റൽ എച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ എന്തെടുക്കണം? നമ്മൾ മൈനസ് എച്ച് എന്നെടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു യു ടി, യു ഇൻറ്റു അതിനെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്ക്വയർ. നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്ത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടുന്നത്. ദെൻ ഫൈനലി ഈ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന വെലോസിറ്റി. സോ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. രണ്ടാമത്തെ ഇക്വേഷനിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ജി ഇൻറ്റു, ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എച്ച് നമ്മൾ നേരത്തെ വെർട്ടിക്കൽ മുകളിലോട്ടുള്ള പോസിറ്റീവ്. സോ ആ എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വരും മൈനസ് എച്ച് വരും.
സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന വെലോസിറ്റിയുടെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. ദെൻ നമുക്കറിയാം ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനാണ്. സോ നമ്മളതിൻ്റെ വാല്യൂ എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. കാരണം നെഗറ്റീവിൻ്റെ സ്ക്വയർ എടുത്താലും പോസിറ്റീവിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും പോസിറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടുക. ഇനി നമ്മൾ ഫൈനൽ വെലോസിറ്റിന് ടൈമിൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതേണ്ടതെങ്കിൽ വി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും യു മൈനസ് ജി ഇൻറ്റു ക്യാപിറ്റൽ ടി. സോ ഈ 3 ഇക്വേഷൻസും നമുക്ക് കേസിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വരുന്ന വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഈ വാല്യൂ ഈ പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്ക് വെർട്ടിക്കലി താഴത്തോട്ട് ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്നും ത്രോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദെൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി യു ഉണ്ട്. ദെൻ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ഉണ്ട്. നമ്മളിവിടെ ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള മോഷനെ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഡൗൺവേർഡ് മോഷനെ നെഗറ്റീവായും കൺസിഡർ ചെയ്യാം, പോസിറ്റീവായും കൺസിഡർ ചെയ്യാം. നമ്മളിവിടെ ഡൗൺവേർഡ് ക്വാണ്ടിറ്റീസിനെ മുഴുവനും പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ജി പോസിറ്റീവാണ്, ഇനീഷ്യൽ വെലോസിറ്റി പോസിറ്റീവാണ്. ദെൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ഡൗൺവേർഡ് നമ്മൾ മെഷർ ചെയ്യുന്ന ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് വന്ന് തന്നെയായിരിക്കും പോസിറ്റീവാണ്. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ നോക്കുന്ന സമയത്ത് ഇനീഷ്യലി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനി ടൈം സ്മോൾ ടൈമിലുള്ളത് ഞാൻ സ്മോൾ എച്ച് എന്നെടുക്കുകയാണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ ആണ് വരിക. ഇവിടെ നിന്നും നമ്മൾ വെർട്ടിക്കലി ഗ്രൗണ്ടിലെത്താൻ എടുക്കുന്ന ടൈമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ എച്ച് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്ക്വയർ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രൗണ്ട് വരെ എത്താൻ എടുക്കുന്ന ടൈമിനെ കണ്ടുപിടിക്കാൻ പറ്റുക. ദെൻ ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇനി ഹൈറ്റ് എച്ച് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിലെത്താനുമ്പോഴുണ്ടാകുന്ന വെലോസിറ്റി വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ജി ഇൻറ്റു ക്യാപിറ്റൽ എച്ച് ആണ് വരിക. ഇനി മൂന്നാമത്തത് നമ്മൾ നോക്കുമ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെലോസിറ്റി അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടിയിൽ യു പ്ലസ് ആക്സലറേഷൻ വരെ നമ്മൾ ജി പോസിറ്റീവ് കൊടുത്താൽ മതി, ജി ഇൻറ്റു ടി. ഗ്രൗണ്ടിലെത്തുമ്പോഴുള്ള വെലോസിറ്റി ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് ജി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി. ഈ ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. സോ ഇനി നമ്മൾ കേസ് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസ് എന്ന് പറയുന്നത് കേസ് 4 ആണ്. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയെ ഒരു സെർട്ടൈൻ ഹൈറ്റിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. അതായത് അവിടെ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡൗൺവേർഡ് ആണ്. ദെൻ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് ആണ് വരുന്നത്. സോ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിരിക്കുന്ന ഇക്വേഷനകത്ത് യു 0 കൊടുത്തതിനാൽ ഇനീഷ്യൽ വെലോസിറ്റി 0 കൊടുത്താൽ മതി. സോ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് എച്ച് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ എന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടാവുക. സോ ഇവിടെ നമ്മൾ യുവിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് പറയാം ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു യു 0 ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ. സോ ഇവിടെയും നമ്മൾ ഡൗൺവേർഡ് ക്വാണ്ടിറ്റീസിനെ മുഴുവൻ എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്? പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത്. എച്ച് ഈസ് ഈക്വൽ ടു പോസിറ്റീവാണ്. ദെൻ എച്ച് ഈസ് ഈക്വൽ ടു അതായത് വെർട്ടിക്കൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു അതായത് മുകളിൽ നിന്നും താഴോട്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിലെത്താൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഒരു ബോഡി ഒരു സെർട്ടൈൻ ഹൈറ്റ് എച്ചിൽ നിന്നും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ടിലെത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2h/g വരും. ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈസ് ഈക്വൽ ടു √2h/g എന്നാണ് വരിക. സോ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ്
ഇനി ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h/g ആണ്. ഇനി നമ്മളിനി അടുത്ത ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇത് എച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനാണ്. ദെൻ നമ്മൾ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി വി സ്ക്വയർ അല്ലെങ്കിൽ വെലോസിറ്റി അറ്റ് എൻ ഇൻസ്റ്റൻസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു ടേം 0 ആണ്, യു സ്ക്വയർ പ്ലസ് 2as ആണ്. സോ എന്ത് വരും? 2 × g × h എന്ന് വരും. സോ ഗ്രൗണ്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി നോക്കണമെങ്കിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 × g × ക്യാപിറ്റൽ H എന്ന് വരും. സോ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 × g × h. സോ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ മതി? വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ആണ്. ഇതാണ് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി. ദെൻ ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണ്. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സോ വി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ടി എന്ന് വരും. സോ നമ്മൾ ടൈം ഗ്രൗണ്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ടൈം കിട്ടണമെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ ടി കൊടുക്കുക. സോ വി ഈസ് ഈക്വൽ ടു എന്ത് വരും? ജി ഇൻറ്റു ടി. സോ ടൈം എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി ഡിവൈഡഡ് ബൈ ജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പൊതുവേ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ നമുക്ക് അത്യാവശ്യമെങ്കിൽ എവിടെയെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. സോ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഈ ഫ്രീ ഫാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ലോ പഠിക്കാനുണ്ട്. ആ ലോനെയാണ് നമ്മൾ ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. The distance traversed during equal interval of time by a body falling from rest stand to one another in the same ratio as the odd numbers beginning with unity. അതായത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് h ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ ആണ്. സോ h ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? ടി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സെക്കൻഡിൽ അല്ലെങ്കിൽ ഓരോ T1 അല്ലെങ്കിൽ T, 2T, 3T, 4T, 5T എന്ന് പറയുന്ന ഇൻ്റർവെല്ലുകൾ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷനലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സെക്കൻഡിലുള്ളത് എത്രയായിരിക്കും? എച്ച് ഡിസ്റ്റൻസ് ആണെന്ന് വെക്കാം. ആദ്യത്തെ ഒരു സെക്കൻഡിൽ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ആദ്യത്തെ ഒരു സെക്കൻഡിൽ എച്ച് ഡിസ്റ്റൻസ് ആണ് പോകുന്നതെങ്കിൽ നമ്മളിവിടെ എച്ച്, 2h, 3h, 4h, 5h, 6h, 7h, 8h, 9h, 10h, 11h ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ദിസ് ഈസ് 0, ദിസ് ഈസ് h, ദിസ് ഈസ് 2h, ദിസ് ഈസ് 3h, ദിസ് ഈസ് 4h, 5h, 6h, 7h, 9h, 8h, 9h, 10h ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സോ ആദ്യത്തെ ഒരു ഇൻ്റർവെല്ലിൽ എച്ച് ഡിസ്റ്റൻസ് ആണ് പോവുക. അടുത്ത ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എത്രയാണ്? പ്രപ്പോർഷണൽ ടി സ്ക്വയർ ആണ്. സോ 1:4:9:16 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അവിടെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 1 ദിസ് ഈസ് എച്ച്. സോ അടുത്ത ഒരു ഇൻസ്റ്റൻറ്റിൽ എത്ര വരും? ദാറ്റ് ഈസ് 4h ആണ്. 2 സെക്കൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2t ടൈം കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അത് 4h ഡിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ടാവും. അടുത്ത ഒരു 3t ടൈം അല്ലെങ്കിൽ 3rd സെക്കൻഡ് അല്ലെങ്കിൽ 3rd ഇൻ്റർവെല്ലിൽ നമ്മൾ നോക്കുമ്പോൾ അത് എവിടെ എത്തിയിട്ടുണ്ടാവും? 9h എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ടാവും. സോ അടുത്ത ഇൻ്റർവെല്ലിൽ അത് എത്ര എത്തിയിട്ടുണ്ടാവും? 16h. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ഇൻ്റർവെല്ലിനിടയിലും അതായത് ആദ്യത്തെ ടി ടൈമിൽ, രണ്ടാമത്തെ ടി ടൈമിൽ, മൂന്നാമത്തെ ടി ടൈമിൽ ഈ പറയുന്ന ബോഡി ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്നും ഫസ്റ്റ് തേയിൽ എത്രയാണ്? ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റാണ് പോയത്. ദെൻ സെക്കൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2t ടൈം കൊണ്ട് 4h അല്ലേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടി ടൈം കൊണ്ട് പോയത് എത്രയാണ്? 3h ആണ്. ദിസ് ഈസ് h, ദിസ് ഈസ് 3h. അടുത്ത ടി ടൈം കൊണ്ട് പോയത് എത്രയാണ്? അടുത്ത ടി ടൈം കൊണ്ട് 5h ആണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും അവിടെ ഉണ്ടാകുന്ന റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഓരോ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം എടുത്തതിനാലും അവിടെ ഉണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3:5:7 എന്ന് പറയുന്ന ഓഡ് നമ്പറിൻ്റെ റേഷ്യോ ആണ്. സോ നമുക്ക് ഈ പറയുന്ന ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പർ ഒന്നുകൂടെ നോക്കാം. ദ ഡിസ്റ്റൻസ് ട്രാൻസ്വേഴ്സ്ഡ് ഡ്യൂറിങ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ദാറ്റ് ഈസ് T, 2t, 3t, 4t എന്ന് പറയുന്ന ടൈമുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ ടീയിലും ഫസ്റ്റ് ടിയിൽ, സെക്കൻഡ് ടിയിൽ, തേർഡ് ടി ടൈമിൽ, ഫോർത്ത് ടി ടൈമിൽ
ബൈ എ ബോഡി ഫാളിംഗ് ഫ്രം റെസ്റ്റ് സ്റ്റാൻഡ് ടു വൺ അനദർ ഇൻ ദ സെയിം റേഷ്യോ ആസ് ദ ഓഡ് നമ്പർ ബിഗിനിങ് വിത്ത് യൂണിറ്റി. അതായത് എച്ച്, 3h, 5h എന്ന് പറയുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ റേഷ്യോ ആയിരിക്കും. ഓരോ ടൈമിലും നോക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, ഫോർത്ത് സെക്കൻഡ് എന്ന് പറയുന്ന ഓരോ ടൈം, ഓരോ ഈക്വൽ ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് ടി, സെക്കൻഡ് ടി, തേർഡ് ടി, ഫോർത്ത് ടി എന്ന് പറയുന്ന ഓരോ ടി ടൈമിൽ അത് ഇൻ്റർവെൽ എത്രയാവും, 2 സെക്കൻഡ് ഇൻ്റർവെൽ ആവാം, 5 സെക്കൻഡ് ഇൻ്റർവെൽ ആവാം, 5 സെക്കൻഡ് ഇൻ്റർവെൽ ആവാം. ഏത് ഇൻ്റർവെൽ ആണെങ്കിലും അവിടെ ആ ബോഡി ട്രാൻസ്വേഴ്സ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3:5:7, അതായത് ഇവിടെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ റേഷ്യോക്ക് തുല്യമായിരിക്കും. സോ ഇത് വെച്ചിട്ട് നമുക്കൊരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, പൈപ്പിൻ്റെ പ്രോബ്ലമാണ്. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമ്മളെ ചാനലിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.